ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? സത്യമാണോ? അതെ സാറേ. 6 പവന്റെ മാലയാണ് മോഷണം പോയിരിക്കുന്നത്. എന്റെ താലിമാലയായിരുന്നു. അല്ലേ ഈ ഭർത്താവങ്ങാനം എടുക്കാൻ സാധ്യതയുണ്ടോ? അല്ലേ ഈ പണയം വെക്കാനോ മറ്റോ? ഇല്ല സാറേ, അങ്ങേര് സ്ഥലത്തില്ല. 2 വർഷമായിട്ട് ദുബായിലാ. ഇത് ഞാൻ കുളിക്കാൻ പോകുമ്പോ മേശപ്പുറത്ത് ഊരി വെച്ചതാ. തിരിച്ചു വന്ന് നോക്കുമ്പോ സാധനം കാണാനില്ല. ഓഹോ, മോഷണം നടന്ന രീതി വെച്ച് നോക്കുമ്പോ ഇത് വണ്ടാഴി പാപ്പച്ചനാവാനാണ് സാർ സാധ്യത. വേറെന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഒരുത്തൻ മതിൽ ചാടി പോകുന്നത് ഒരു മീൻകാരി തള്ള കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ താനൊരു കാര്യം ചെയ്യും, പോകുമ്പോ ആ വണ്ടാഴിയെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ. സർ, ആ സ്ത്രീയെ വിളിച്ച് അവനൊന്ന് കാണിച്ചു നോക്ക്. തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ശരി സർ. സാറേ, എന്റെ മാല കിട്ടുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. പുറത്താണല്ലോ കർത്ത. പോലീസൊക്കെ ഉറക്കില്ല. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. വനിതാ പോലീസ് SI സാർ അകത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് മീറ്റ് ചെയ്യാനാ. വെറുതെ നിൽക്കല്ലേ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. എന്താ? ഒന്നുമില്ല സാറേ, പൈസ മടിയില്ല ചേട്ടാ. ഒന്ന് നോക്കിയേ, അവൻ തന്നെയല്ലേ അന്ന് മതിലയാടിയത്? ശരിക്കും നോക്ക്. ഇവനെ കണ്ടിട്ട് ഒരു പാവത്താനെ പോലെ ഉണ്ടല്ലോ സാറേ. ഇവന്റെ നോട്ടം കണ്ടാലറിയാം ഇവൻ പഠിച്ച കള്ളനാണെന്ന്. സാറേ, ഇവൻ ഇങ്ങനെ നിർത്തിയാ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? പിന്നെ എങ്ങനെ നിർത്തണം? ഇവനോട് തിരിഞ്ഞു നിൽക്കാൻ പറ സാറേ. മതില് ചാടിയവന്റെ പുറകു വശല്ലേ സാറേ ഞാൻ കണ്ടത്. ഇതവനല്ല സാറേ, അവന് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ അത് രണ്ടുമില്ല. നിക്കണ നിപ്പ് കണ്ടില്ലേ, നാണം കേട്ടവൻ. ഓ, അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇറങ്ങി പോതല്ലേ മനുഷ്യൻ മെനക്കെടുത്താതെ. അത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം. കള്ളനെ കിട്ടാത്ത എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഞാൻ പോവുക. മനുഷ്യനാണെങ്കിൽ കാലോണ്ട് തീരെ വയ്യ. എനിക്ക് കുന്തോട് മാറ്റിയേ. ഇതൊന്ന് പിടിച്ചേ മോളെ, ഇതൊന്ന് പിടിക്കാൻ. പൊന്തിക്ക്. ഇവിടെ തൊള്ളി പൊളിച്ച് നിന്ന് നേരം കൊണ്ടേ എനിക്ക് 10 ചാള വിൽക്കായിരുന്നു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തായി? ഇവൻ വല്ലതും പറഞ്ഞോ? ഇല്ല മേഡം, ഇതുവരെ ഇവൻ വാ തുറന്നിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ വിരലടയാളം അവിടെ വന്നത്? എന്റെ വിരലടയാളം എന്നാ പിന്നെ ഞാൻ തന്നെ ആയിരിക്കും. മുണ്ടൂര് കള്ള് ഷാപ്പിൽ നിന്ന്
ഒരു കുപ്പി കള്ളും കപ്പയും കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് സാറേ ഒരു സ്ത്രീ അടുക്കള വാതിൽ ചാരി കുളിക്കാൻ പോകുന്നത് ഞാൻ കണ്ടത്. നിൽക്കാൻ പറ്റിയില്ല സാറേ. അമ്മച്ചിയുടെ വീട് മാല കെട്ടി വെച്ച് മുണ്ടും പറിച്ചുകൊണ്ടാണ് മാഡം അന്ന് ജെയിംസ് ഓടിയത്. കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ച തെണ്ടി. സാറേ റോയും വിഷ്ണു പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. വേണം ജെയിംസിനെ കിട്ടി കഴിയുമ്പോ നീ പറഞ്ഞ കഥ വല്ല മാറിയ പിന്നെ വേറെ കഥ പറയാൻ നീ ജീവനോട് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇന്ന് തന്നെ FIR ഇടണം. ശരി മാഡം. ഞാൻ ഇറങ്ങുന്നു. ഇതിപ്പോ എങ്ങനെയാ FIR ഇടാൻ പോകുന്നത്? ശിക്ഷ കഴിഞ്ഞിറങ്ങി ഒരുത്ത് മോഷിച്ച മുതൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മറ്റൊരുത്തൻ അടിച്ചുകൊണ്ട് പോയെന്നോ? ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും സാർ. പണി പോയി പെണ്ണും പോയി. ചേട്ടനാണെങ്കിൽ കാണാനില്ല. ഇനി ജീവിതകാലം മുഴുവൻ പൊരിക്കും നടക്കേണ്ടി വന്ന് എനിക്ക് തോന്നുന്നു. ഇത് വന്നേ സസ്പെൻഷനായിട്ട് കുറെ നാളായി. ഇനി ഇപ്പം എന്താ ചെയ്യുക? എടാ നമ്മുടെ അസോസിയേഷൻകാർ കുറെ പറഞ്ഞു നോക്കി. SP മേഡം അടുക്കണില്ല. ആ പെൺപിള്ളേക്ക് വല്ല വേഷം മേടിച്ചു കൊടുക്കണം. അയാൾ ലിപ്സ്റ്റിക്കും മേക്കപ്പ്. എടാ ചാടിപ്പോനെ കിട്ടിയിട്ടാലോക്കാണ് പുള്ളിക്കാരി പറയണത്. എടാ നമ്മളിപ്പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ അറിഞ്ഞോട് ചെയ്താണോ? അന്ന് ആ പൈസ ആയിട്ട് വന്നവനേലും കിട്ടിയാ മതി. പിന്നെ അല്ല ജെയിംസിനെ കുറിച്ച് ക്ലൂ കിട്ടിയാനെ. എടാ അവനെ ഇനി നമ്മളെ എവിടെ പോയി തപ്പാനാണ്? ഇനിയിപ്പോ രണ്ടും കളിപ്പിച്ച് നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരും. പിന്നെ നമ്മളോട് കൽപ്പിച്ചിറങ്ങിയപ്പോ അവനോട് കിട്ടില്ല. ഇതെനിക്ക് പണിയാവെന്നാ തോന്നണേ. എടാ നിനക്ക് ഈ പണി കിട്ടിയതൊന്നും പോരെ? നീ ഒന്ന് തുടങ്ങടാ. ദേ ജെയിംസ് നമ്മൾ തന്നെ പൊക്കിയിരിക്കും. ജോലി തിരിച്ച് കയറും ചെയ്യും. എന്താ പോരെ? എടാ പോരടാ. നമ്മളായിട്ട് കളഞ്ഞ നമ്മുടെ അപ്പന്മാരുടെ പേര് നമ്മളായിട്ട് തന്നെ തിരിച്ചു പിടിക്കണം. എന്തിട്ടാണ് ഇനി അവനെ കിട്ടിയാലുള്ള ടണ്? ഡൺ. ഉറപ്പാണോ? ഉറപ്പ്. വിളിക്കാം.